ഹലോ, എല്ലാവർക്കും അമ്മൂസ് ക്രിയേഷൻ ചാനലിൻ്റെ മറ്റൊരു വീഡിയോയിലോട്ട് സ്വാഗതം. നമ്മൾ ഇന്ന് ഇവിടെ ചെയ്യാൻ പോകുന്നത് ഒരു ഹോം ഡെക്കർ ക്രാഫ്റ്റാണ്. അപ്പം ഇൻഡോർ പ്ലാന്റ്സ് ഒരു ട്രെൻഡായിട്ട് മാറിയിരിക്കുന്ന കാലഘട്ടമാണിത്. എല്ലാവരുടെയും വീട്ടിൽ തന്നെ ഇൻഡോർ പ്ലാന്റ്സ് ഉണ്ടാവും. അത് വെക്കാൻ ഇഷ്ടമില്ലാത്തവർ ആരും തന്നെ ഉണ്ടാവില്ല. അപ്പം അങ്ങനെ ഒരു കാലഘട്ടത്തിൽ നമുക്ക് ഇൻഡോർ പ്ലാന്റ്സ് നമ്മൾ തന്നെ ഉണ്ടാക്കി ഒരു പോട്ടിൽ വെച്ചാൽ കുറച്ചും കൂടെ ഒരു സുഖം നമുക്ക് കിട്ടും അല്ലേ. നമുക്ക് തന്നെ ഡെക്കറേറ്റ് ചെയ്യാം, നമുക്ക് തന്നെ ഇഷ്ടമുള്ള പെയിൻറ്റ് ചെയ്യാം, ഏത് രീതിയിൽ വേണമെങ്കിലും ഉണ്ടാക്കിയെടുക്കാം. നല്ല ഭംഗിയല്ലേ. അപ്പം നമുക്ക് അങ്ങനെ ഉണ്ടാക്കിയ ഒരു പോട്ടാണ് ഇത്. ആർക്കെങ്കിലും പറയാൻ പറ്റുമോ ഇത് എന്തുകൊണ്ട് ഉണ്ടാക്കിയേക്കണേന്ന്? ഈ പോട്ട് എന്ത് മെറ്റീരിയൽ വെച്ച് ഉണ്ടാക്കിയെന്ന് ഞാൻ പറയട്ടെ. വെറും ഒരു നമ്മുടെ ബനിയൻ ക്ലോത്തും പ്ലാസ്റ്റർ പാരിസും, പിന്നെ അത് മിക്സ് ചെയ്യാനായിട്ട് വെള്ളവും ഗമ്മും പെയിൻറ്റൊക്കെ വേണം. അത് അല്ലാണ്ട് മെയിൻ ആയിട്ടുള്ള സാധനം ബനിയൻ ക്ലോത്തും പ്ലാസ്റ്റർ പാരിസുമാണ്. അതിൻ്റെ ഉള്ളിൽ ഞാനൊരു കുഞ്ഞ് ഡപ്പയിൽ, അത് എൻ്റെ മോൻ്റെ ഒരു കളിപ്പാട്ടായിരുന്നു, അതിൻ്റെ ഉള്ളിൽ മണ്ണിട്ട് നട്ടേക്കുന്ന ഒരു പ്ലാന്റാണ്, ഇൻഡോർ പ്ലാന്റാണ്. അപ്പം അത് നട്ടപ്പോൾ ഈ ഒരു സൈസ് ഉണ്ടായിരുന്നുള്ളൂ, വലുതായി ഇത്ര ആയിട്ടോ. അപ്പം നമുക്ക് ഇഷ്ടമുള്ളവരെ ഐസ്ക്രീം ബൗളോ അങ്ങനെ കുഞ്ഞു ജാമിൻ്റെ ഡപ്പയോ അങ്ങനെയുള്ള എന്തെങ്കിലും സാധനത്തിൽ നമുക്ക് മണ്ണിട്ട് ഇതുവരെ ഇൻഡോർ പ്ലാന്റ്സ് നമ്മുടെ ഇഷ്ടത്തിൽ കളറടിച്ച് നമുക്ക് വെക്കാവുന്നതായിരിക്കും. അപ്പം നമുക്കത് കാണാം എങ്ങനെയാണ് ഉണ്ടാക്കണേന്ന്. അതിന് മുമ്പായിട്ട് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ്സ് എഴുതി അറിയിക്കുക. നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് എന്നെ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കുക. പിന്നെ ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യാം. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് പ്ലാസ്റ്റർ പാരിസ് വെച്ചിട്ട് ഫ്ലവർ പോട്ട് ഉണ്ടാക്കണേന്ന് കാണാൻ പോവാം. ഇപ്പോൾ പ്ലാസ്റ്റർ പാരിസ് വെച്ചിട്ട് ഫ്ലവർ പോട്ട് ഉണ്ടാക്കാനായിട്ടുള്ള മെയിൻ ഇൻഗ്രീഡിയൻറ്റ് നമ്മുടെ പ്ലാസ്റ്റർ പാരിസ്. ഇത് 1 kg ഒരു വലിയ പാക്കറ്റാണ്. പിന്നെ അത് മിക്സ് ചെയ്യാനൊരു ബൗള്, പിന്നെ സ്പൂണും ഫെവിക്കോളും വെള്ളവും, നമുക്ക് മിക്സ് ചെയ്യാനായിട്ടുള്ള ഒരു ഗ്ലാസ് വെള്ളവും വേണം. ഇത്രയും നമുക്ക് പ്ലാസ്റ്റർ പാരിസ് മിക്സ് ചെയ്യാനുള്ള ആവശ്യമുള്ള സാധനം. പിന്നെ ഈ പ്ലാസ്റ്റർ പാരിസ് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു ക്ലോത്ത്, എന്ത് ക്ലോത്ത് ആയാലും കുഴപ്പമില്ല, ബനിയൻ ടൈപ്പോ അല്ലെങ്കിൽ കോട്ടണോ സിന്തറ്റിക് എന്ന് വെച്ചാൽ പോളിസ്റ്റർ ടൈപ്പ് മെറ്റീരിയൽ ഉപയോഗിക്കാണ്ടിരിക്കണതാണ് നല്ലത്. ബാക്കി എന്ത് മെറ്റീരിയൽ ആയാലും കുഴപ്പമില്ല. ഇപ്പോൾ ഇതൊരു 20 സെൻറ്റിമീറ്റർ ഉള്ള ഒരു തുണിയാണ്. നിങ്ങളുടെ പോട്ടിൻ്റെ വലിപ്പം എന്തോരം വേണമെന്ന് വെച്ചാൽ അതനുസരിച്ച് തുണിയുടെ വലിപ്പവും കൂട്ടുക. അപ്പോൾ ഇതൊരു കുഞ്ഞു പോട്ട് ഉണ്ടാക്കാൻ തികയുള്ളൂ ഈ തുണിയും കൊണ്ട്. പിന്നെ നമ്മൾ ഇത് പ്ലാസ്റ്റർ പാരിസ് മിക്സ് ചെയ്തിട്ട് തുണിയിൽ മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് അത് ഒരു ടിന്നിൻ്റെ മേളിലാണ് ഞാൻ ഇടാൻ പോകുന്നത്. ഇങ്ങനെ കമത്തി വെച്ചിട്ട് അതിൻ്റെ മേളിലാണ് ഇടുന്നത്. അപ്പോൾ അത് ടിന്നുമായിട്ട് ഒട്ടിപ്പിടിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഈ ടിന്നൊരു പ്ലാസ്റ്റിക് കവർ വെച്ചിട്ട് കവർ ചെയ്യണം, അല്ലെങ്കിൽ പ്ലാസ്റ്റർ പാരിസ് ഈ ടിന്നുമായിട്ട് ഒട്ടിപ്പിടിക്കും. അപ്പോൾ നമുക്ക് തുടങ്ങാം എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ളത്. അപ്പോൾ പ്ലാസ്റ്റർ പാരിസ് കുറച്ച് എമൗണ്ട് ഇടുക. എന്നിട്ട് അതിൻ്റെ അകത്തോട്ട് വെള്ളം ഒഴിക്കുക. വെള്ളം ഒഴിക്കുമ്പോൾ കുറച്ചായിട്ട് ഒഴിക്കുക. ഒത്തിരി അങ്ങ് കൂടിപ്പോയി കഴിഞ്ഞാൽ പിന്നെയും പൗഡർ ഇടണം, പിന്നെ വേസ്റ്റ് ആയി പോകും പ്ലാസ്റ്റർ പാരിസ്. അപ്പം കുറച്ച് വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്ത് നോക്കുക. പിന്നെ എടുക്കുമ്പോൾ എപ്പോഴും ഒരു പരന്ന ബൗൾ എടുക്കുന്നതായിരിക്കും നല്ലത്. അല്ലെങ്കിൽ തുണി മുക്കി എടുക്കാനൊക്കെ ആയിട്ട് എല്ലാ ഭാഗത്തും പറ്റാനായിട്ട്, തുണിയുടെ എല്ലാ ഭാഗത്തും പറ്റണമെങ്കിൽ ഒരു പരന്ന പാത്രത്തിൽ എടുക്കുന്നതാണ് നല്ലത്. ഇതിങ്ങനെ മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഇച്ചിരി ഫെവിക്കോൾ അതിൻ്റെ അകത്തോട്ട് ഒഴിക്കാം. ഫെവിക്കോൾ ഒഴിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, പെട്ടെന്ന് ഉണങ്ങാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടെ ഫെവിക്കോൾ ഒഴിക്കുന്നത്. ഒത്തിരി ഒന്നും ഒഴിക്കണ്ട, കുറച്ച് അത്യാവശ്യം ഒരു ഇത്തിരി ഒഴിച്ചാൽ മതി. പെട്ടെന്നൊന്ന് ഉണങ്ങി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഫെവിക്കോൾ നമ്മൾ ആഡ് ചെയ്യണത്. അപ്പോൾ ആഡ് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല, ചിലപ്പോൾ 1 day എടുക്കുമായിരിക്കും. ഫെവിക്കോൾ നല്ലോണം ഇട്ടിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് ഒരു 3-4 hours കൊണ്ട് ഉണങ്ങി കിട്ടും നമുക്ക്. അപ്പോൾ ഇത് മിക്സായി, നമുക്ക് നല്ലോണം മിക്സായി കഴിയുമ്പം ഇങ്ങനെ കട്ടകളൊന്നും ലംസൊന്നും ഇല്ലാണ്ട് നല്ലോണം മിക്സായി കഴിയുമ്പോൾ നമ്മുടെ പ്ലാസ്റ്റർ പാരിസ് ഇപ്പോൾ ഫെവിക്കോൾ ഇട്ടേക്കണാലും പെട്ടെന്ന് ഉണങ്ങും. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ തുണിയിട്ട് നമുക്ക് എടുക്കാം. തുണി ഇട്ടിട്ട് നല്ലോണം തുണിയുടെ എല്ലാ ഭാഗത്തും ആക്കാനായിട്ട് നോക്കുക. ഇപ്പം ഒരുമാതിരി എല്ലാ സ്ഥലത്തും ആയിട്ടുണ്ട്. നമുക്ക് ഒരു പോട്ടിൻ്റെ ഷേപ്പിലോട്ടാക്കാൻ വേണ്ടിയിട്ട്
ഏതെങ്കിലും ഒരു ടിൻ എടുത്തിട്ട് അതിൻ്റെ മേളിൽ ഒരു പ്ലാസ്റ്റിക് കവർ ഇട്ട് വെച്ചിട്ട് അതിൻ്റെ മേളിലോട്ട് ഇട്ടാൽ മതി. അപ്പം ഞാനൊരു ടിൻ വെച്ചിട്ടുണ്ട്, അതിൻ്റെ മേളിൽ വേറൊരു ടിന്നും കവറിട്ട് വെച്ചിട്ടുണ്ട്. നമ്മൾ പ്ലാസ്റ്റർ പാരീസിൽ മുക്കിയ തുണി അതിൻ്റെ മേളിലോട്ട് ഇടാൻ പോവുക. ഇങ്ങനെ ഇടുക, സെൻറ്റർ പോർഷനായിട്ട് വെച്ച് ഇടുക. മടങ്ങിയിരിക്കുന്നതൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നേരെ വെക്കുക, ഈക്വലായിട്ട് എല്ലാ സൈഡിലും വെക്കുക. എന്നിട്ട് നമുക്ക് ഫോൾഡ് ചെയ്യണമെങ്കിൽ നമ്മുടെ ഇഷ്ടത്തിന് എങ്ങനെയാണ് ഫോൾഡ് ചെയ്ത് വരണ്ടേ എന്നുണ്ടെങ്കിൽ അതനുസരിച്ച് ഫോൾഡ് ചെയ്യാം നമുക്ക്. എന്നിട്ട് ഇപ്പോൾ ഇവിടെയൊക്കെ കുറച്ച് ഞാൻ പിടിച്ച് പ്ലാസ്റ്റർ പാരീസ് പോയിട്ടുണ്ട്. അപ്പോൾ അവിടെയൊക്കെ ഒന്ന് പ്ലാസ്റ്റർ പാരീസ് വീണ്ടും ഒന്ന് തൂത്ത് കൊടുക്കുക. ഇപ്പം നമ്മൾ പ്ലാസ്റ്റർ പാരീസ് വെച്ചിട്ട് അത് ഉണ്ടാക്കി കഴിഞ്ഞു. ഇനി നമുക്കിത് ഉണങ്ങാൻ വെക്കാം. നമ്മളിപ്പോൾ പ്ലാസ്റ്റർ പാരീസ് ഇങ്ങനെ ചെയ്ത് വെച്ചിട്ട് ഒരു 5 hours ആയിട്ടുണ്ട്. അപ്പോൾ അത് ഓൾമോസ്റ്റ് ഉണങ്ങി. നമുക്കിനി ഇത് വിടിയിച്ചെടുക്കാം ഇതിൽ നിന്ന്. അപ്പോൾ എല്ലാ സൈഡ്സും ആദ്യം ഒന്ന് ഇങ്ങനെ ഒന്ന് വിടിയിച്ചെടുക്കുക പ്ലാസ്റ്റിക്കിൽ നിന്ന്. പയ്യെ ഒന്ന് പൊക്കുക, അല്ലെങ്കിൽ പൊട്ടിപ്പോകും. സൂക്ഷിച്ച്. ഇപ്പം ഇത് പൊങ്ങി വന്നു, ഒരു ഇതില്ലാണ്ട് നല്ലതായിട്ട് വന്നിട്ടുണ്ട്, ക്രാക്കൊന്നും വീഴാതെ. ഇനി നമുക്ക് ഇതിൽ പെയിൻറ്റ് അടിക്കാം. പെയിൻറ്റ് അടിക്കുമ്പം ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ ഉള്ളിലും പെയിൻറ്റ് അടിക്കണം. അതല്ലെങ്കിൽ ഇവിടെയൊക്കെ പൊങ്ങിയല്ലേ ഇരിക്കണം, ഈ സൈഡൊക്കെ പൊങ്ങിയിരിക്കണം, ഈ സൈഡ് താങ്ങുമായിരിക്കണം. അപ്പോൾ ഈ കാണുന്ന ഭാഗം മാത്രം, അടിയിലോട്ട് വേണ്ട, കാണുന്ന ഭാഗമൊക്കെ ഒന്ന് പെയിൻറ്റ് അടിച്ചെടുക്കാം. പൊടിയൊക്കെ ഒന്ന് തട്ടിക്കളഞ്ഞിട്ട് നമുക്ക് പെയിൻറ്റ് അടിക്കാൻ പോവാം. അക്രിലിക് പെയിൻറ്റാണ് ഞാൻ എടുക്കുന്നത്, അല്ലെങ്കിൽ ഫാബ്രിക് പെയിൻറ്റോ അക്രിലിക് പെയിൻറ്റോ ഏതോ വേണമെങ്കിലും യൂസ് ചെയ്യാം. അപ്പം നമ്മൾ അക്രിലിക് പെയിൻറ്റിൻ്റെ റെഡാണ് ഞാൻ അടിക്കാൻ പോണത്. വെള്ളമൊന്നും ആഡ് ചെയ്യേണ്ട, അതിപ്പടി അങ്ങ് അടിച്ചാൽ മതി. ഇതിൻ്റെ അകത്ത് ഫാബ്രിക് പെയിൻറ്റ് ആണെങ്കിലും യൂസ് ചെയ്യാം. വാട്ടർ കളർ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു ഗ്ലേസിങ് കിട്ടത്തുണ്ടാവില്ല. അപ്പം അക്രിലിക്കോ അല്ലെങ്കിൽ ഫാബ്രിക് പെയിൻറ്റോ യൂസ് ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടെ നല്ലത്. ഇനി നമുക്ക് ഫുള്ളും പെയിൻറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ പ്ലാസ്റ്റർ പാരീസ് വെച്ചിട്ട് ഒരു ഫ്ലവർ പോട്ട് ഉണ്ടാക്കി കഴിഞ്ഞു. ഇവിടെ ഞാൻ റെഡും ബ്ലാക്കും കോമ്പിനേഷനാണ് കൊടുത്തേക്കുന്നത്. റെഡ് കളർ അടിച്ചു കഴിഞ്ഞിട്ട് സ്പോഞ്ച് വെച്ച് ബ്ലാക്ക് കളറും പെയിൻറ്റ് ചെയ്തു. ഇതിന് വേണമെങ്കിൽ ബീഡ്സോ സ്റ്റോൺസോ ഒക്കെ സൈഡിൽ വേണമെങ്കിൽ ഒട്ടിക്കാം, അത് ഓരോ ആൾക്കാരുടെ ഇഷ്ടം പോലെ. ഇനിയിപ്പോൾ ഇവിടെ ഞാനൊരു ചെടി നട്ട് വെച്ചിട്ടുണ്ട്. ഒരു കുഞ്ഞു ടിന്ന്, ക്ലേ ഡൗ മേടിക്കുന്ന പിള്ളേർക്ക് ക്ലേ ഡൗ മേടിക്കുന്ന ടിന്നായിരുന്നു ഇത്. അപ്പോൾ അതിൻ്റെ അകത്ത് ഞാൻ മണ്ണിട്ട് ഒരു കുഞ്ഞു ചെടി നട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് അതിൻ്റെ ഉള്ളിലോട്ട് ഇറക്കി വെക്കാം. അപ്പം ഞാൻ ഇറക്കി വെക്കാം. ഇറക്കി വെക്കുമ്പോൾ സൂക്ഷിക്കണം, അവിടെ ഇവിടെ തട്ടും മുട്ടും ഒന്നും ചെയ്യാണ്ട് പതുക്കെ സൂക്ഷിച്ച് ഇറക്കി വെക്കുക. നമ്മൾ ഇറക്കി വെച്ചു കഴിഞ്ഞു. അപ്പം നോക്കിയേ, നല്ല ഭംഗിയിലിരിക്കുന്നുണ്ട്, കണ്ടില്ലേ? നല്ല രസത്തില്ല. അപ്പം ആ ഗ്രീനും ബ്ലാക്കും റെഡും കോമ്പിനേഷൻ വന്നപ്പോൾ തന്നെ ഒരു ഭംഗിയായി. അപ്പോൾ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് എഴുതി അറിയിക്കുക. അപ്പോൾ അടുത്ത ദിവസം അടുത്ത വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ബൈ.